ഇത്തരമൊരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പം നേരത്തെ ചെയ്ത സബ്ജക്റ്റുകൾ മാറ്റി വെച്ചിട്ട് ഇത്തരം സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് സീരിയസ് കഥാപാത്രം കൂടിയാണ്. അതെങ്ങനെയായിരുന്നു സജിനൊരു ഇത് ഏറ്റെടുക്കുമ്പോൾ ഒരു റിസ്ക്? അത് ഭയങ്കര റിസ്ക് തന്നെയായിരുന്നു. കാരണം എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ആവശ്യത്തിൽ എന്താ ചെയ്തേക്കുന്നത്. ഞാൻ ഇവിടെ വരുമ്പോൾ വേറെ ആർക്കും അറിയില്ല പടം എങ്ങനെ, ആ പടത്തിൻ്റെ കഥ പോലും അറിയില്ല, അതെങ്ങനെയാണ് വരുന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് എൻ്റെ ഒരു പേഴ്സണൽ റിസ്ക് തന്നെയാണ്. ഞാനത് സ്വന്തം ഉത്തരവാദിത്തമായിട്ട് എടുത്ത് അതിന് വേണ്ടിയിട്ട് കുറച്ച് പണിയൊക്കെ എടുത്ത് ഫിസിക്കലി തുഴയാനൊക്കെ ആയിട്ട് വഞ്ചി തുഴയാനായിട്ട് അതൊക്കെ പോയി പഠിച്ച് അങ്ങനെ അത് റിസ്ക് എടുത്ത് തന്നെയാണ് ചെയ്തത്. കാരണം എല്ലാ ക്യാരക്ടറും റിസ്ക് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് നമ്മൾ നോക്കും ഇത് വായിച്ചാലും ഈ ക്യാരക്ടർ കിട്ടുമ്പോൾ ഇത് എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം പടം കമ്മിറ്റ് ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ ഒരു എടുത്ത് ആഡ് ചെയ്തൊന്നും നോക്കാം എന്നും പറഞ്ഞിട്ടൊരു പരിപാടി അങ്ങനെയൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുമോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാനത് ഓക്കെ നമുക്കിത് ചെയ്യാം, എന്നെ കൊണ്ട് ഇത് പണിയെടുത്താൽ എന്നെ കൊണ്ട് പൊക്കിയാൽ പൊങ്ങും എന്ന് തോന്നുന്ന പരിപാടി മാത്രമേ ഞാൻ പിടിക്കാറുള്ളൂ. അല്ല, അങ്ങനെ പിടിക്കുന്നതും നല്ലതാണ്. കുറച്ച് സെലക്ഷനും നല്ലതാണോ? ഞാൻ ശരിക്കും പറഞ്ഞ സെലക്ഷനും അല്ല, അങ്ങനെ ഒരു സെലക്ഷൻ നല്ലതാണ്. അതെ അതെ, എന്നോട് ഇങ്ങോട്ട് വരുന്ന കഥാപാത്രങ്ങൾ ഞാൻ കേട്ടിട്ട് ഓക്കെ. അല്ല, ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യുന്നത് എന്നെ ഇപ്പൊ എനിക്ക് ചിലപ്പോൾ പൈങ്കിളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് വരാൻ തോന്നുന്നു. കാരണം പൈങ്കിളി ഫെബ്രുവരി 14 അതാണ് ഞാൻ ലീഡ് ചെയ്യണ ഒരു പടം, ആദ്യത്തെ പടം. അപ്പൊ അത് ഇറങ്ങിയതിന് ശേഷമൊക്കെ ചിലപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്ന് ഇതിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇങ്ങനെ ഒരു ഇന്ന സാധനം ചെയ്യും ഇന്ന സാധനം ചെയ്യില്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ എന്താണെങ്കിലും അത് ഒരു സീനാണെങ്കിലും 2 സീനാണെങ്കിലും അതാണ് ഏറ്റവും വേണ്ടത്. പോയി ചെയ്യും. ഒരു കലാകാരന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. ഒരു സീനാണെങ്കിലും അറിയപ്പെടുന്ന സീനാണ്, പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്നതിൽ അത് ഏറ്റവും അങ്ങനെ നോക്കുന്നത് ഞാൻ ഒരു വിജയത്തിന്റെ പാതയാണ്. ഫേസിലൊക്കെ അങ്ങനെ എത്ര പടങ്ങൾ ചെയ്തു ഇപ്പോൾ ഇങ്ങനെ നിന്ന് കറങ്ങുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊക്കെ ഒരുപാട് നോട്ട് ചെയ്യുന്നതാണ്. ഫേസിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു മുന്നിൽ റോൾ മോഡൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പായിട്ടും അല്ലേ. കിക്കിനൊന്നും വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ അതാ ഇങ്ങനെ നോക്കിയേ, ഇവന് ഇനി എന്റെ എന്താ വേണ്ടത്. കഴിഞ്ഞ ഇന്റർവ്യൂല് കിഡ്നി റൗണ്ട് ഉണ്ടായിരുന്നു, സ്വയം എല്ലാരെയും പുകഴ്ത്തുക. പക്ഷെ ഇതോളാം. അല്ല, ബേസിലിനൊക്കെയാണ് പുള്ളി കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ബേസിലിന്റെ പ്രായമാണ് ഞാൻ ആലോചിക്കണം. എന്താ ഞാൻ കണ്ട കാലം തൊട്ട് അങ്ങനെയാണെന്ന് അങ്ങനെ കണ്ട കാലം എന്ന് വെച്ച് ഞാൻ നേരിട്ട് കണ്ട കാലം തൊട്ട് ജാനേമൻ തൊട്ടാണ് നമ്മൾ അടുത്തറിയുന്നതും. അപ്പൊ ഞാൻ ജാനേമൻ ചെയ്യുന്ന സമയത്ത് ഡയറക്ടറാണല്ലോ, നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ ഒരു കുറച്ചുകൂടി ഭയങ്കര കംഫർട്ടായിരുന്നു. ഈ ഡയറക്ടർ എന്ന നിലയിൽ ബേസിൽ എങ്ങനെയാ? ഞാൻ വർക്ക് ചെയ്യാത്ത കാരണം കൊണ്ട് ഈ ലൊക്കേഷനിൽ ആക്ടറായിരുന്നു. എനിക്ക് ഡയറക്ടർ എന്നുള്ള ആളെ ഡയറക്ടർ എന്ന ബേസിലും ആക്ടർ എന്ന ബേസിലും രണ്ടും രണ്ടാണ് അല്ലേ തോന്നുന്നു. കാരണം ഞാൻ പുള്ളി ഡയറക്ടർ ചെയ്യുന്ന പടത്തിൽ എന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ല. ഞാൻ പറയാൻ പറ്റൂ ഡയറക്ട് ചെയ്ത സെറ്റ് പോലും ഞാൻ പോയിട്ടില്ല. പുള്ളി ചെയ്ത പടങ്ങളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോ ചിലപ്പോ അങ്ങനത്തെ ഒരു മൊമെന്റിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ വന്ന് എന്നെ വിളിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നോക്കട്ടെ. എന്നിട്ട് കൈതുരുക്കൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് കേട്ടോ. ബേസിൽ പൊതുവെ എല്ലാ കാര്യത്തിലും ഇപ്പൊ പൊതുവെ കുറെ ഇന്റർവ്യൂസ് വന്നു. ഇപ്പൊ ബേസിൽ പൊതുവെ തള്ളു എന്നാ പറയുന്നത്. ആരാ പറയുന്നത്? നല്ല തള്ളുന്ന ആരും അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ ചുമ്മാ കടിച്ചിറങ്ങുകയാണ്. ഞാൻ തള്ളിയിട്ടൊന്നുമില്ല, തമാശ പറയായിരിക്കും. അല്ല, മൊത്തത്തിൽ ഒരു വൈബ് ഉണ്ടാക്കുന്നുണ്ട്. വൈബിനെയാണോ നിങ്ങൾ തള്ളുന്ന പറയുന്നത്? നിങ്ങൾ തന്ത വൈബായി തുടങ്ങിയിട്ടുണ്ട്. വൈബിനെ തള്ളെന്ന് മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നു. മാറുന്നു, മാറിക്കഴിഞ്ഞു. ഓക്കെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.